MDMA കേസ് പ്രതികൾക്ക് മുഖ്യമന്ത്രിയുമായുള്ളത് അസാധാരണ ബന്ധമെന്ന് വ്യക്തമാവുകയാണ്. പ്രതിപക്ഷ നേതാവായിരിക്കെ 2025 VD സതീശൻ കോഴിക്കോട് നടത്തിയ ഇഫ്താറിലേക്കും MDMA കേസിലെ പ്രതിയായ ഹുസൈന് ക്ഷണം ലഭിച്ചു. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായി നടത്തിയ പരിപാടിയിൽ മലബാറിന് പുറത്തുനിന്ന് പങ്കെടുത്തത് ഹുസൈൻ മാത്രമായിരുന്നു. ഇതിനിടെ പ്രതികൾ സമീപകാലത്ത് നടത്തിയ വിദേശയാത്രകൾ സംബന്ധിച്ചും സംശയങ്ങൾ ഉയരുകയാണ്. MDMA കേസിലെ പ്രതികളായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഒരു വർഷത്തിനിടെ നിരവധി തവണ വിദേശയാത്രകൾ നടത്തിയതായാണ് കണ്ടെത്തൽ. മുഖ്യപ്രതി സലാം ഒരു വർഷത്തിൻ്റെ 6 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തു. യാത്രകളേറെയും മലേഷ്യയിലേക്കും തായ്ലൻഡിലേക്കും UAE-യിലേക്കും. കൂട്ടുപ്രതിയായ ഹുസൈനും നിരവധി തവണ വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. യാത്രകൾ ലഹരിക്കടത്തിന് ഉപയോഗിച്ചോ എന്ന സംശയമാണ് ഉയരുന്നത്. ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന സ്ഥലങ്ങളാണ് മലേഷ്യയും തായ്ലൻഡും. ഈ രാജ്യങ്ങളിൽ നിന്നും ദുബായ് വഴി കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നുണ്ട് എന്നാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അടുത്തിടെ കണ്ടെത്തിയത്. മലേഷ്യയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും ദുബായ് വഴിയാണ് പ്രതികൾ നിരന്തരം യാത്ര ചെയ്തത്. പെരുമ്പാവൂരിലും ആലുവയിലും അടുത്തിടെ നടന്ന ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിൽ തുടരന്വേഷണം ഉണ്ടായില്ല എന്ന വിമർശനം ചില പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. പെരുമ്പാവൂരിൽ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിയത് തായ്ലൻഡിൽ നിന്നാണെന്ന് കണ്ടെത്തിയിരുന്നുവെങ്കിലും അന്വേഷണം കാരിയർമാരിൽ ഒതുങ്ങി. ഇതിനിടെ MDMA കേസ് പ്രതികൾക്ക് മുഖ്യമന്ത്രിയിലുള്ളത് അസാധാരണ സ്വാധീനമെന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. അതിനുള്ള തെളിവാവുകയാണ് VD സതീശൻ 2025 കോഴിക്കോട് നടത്തിയ ഇഫ്താർ വിരുന്നിലെ ഹുസൈൻ്റെ സാന്നിധ്യം. കോഴിക്കോട് ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ 2025 മാർച്ച് 22-നാണ് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പൗരപ്രമുഖർക്കായി ഇഫ്താർ വിരുന്ന് ഒരുക്കിയത്. മലബാർ മേഖലയിൽ നിന്നുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായിരുന്നു വിരുന്ന്. മലബാറിന് പുറത്തുനിന്ന് പങ്കെടുത്തത് സതീശനും MDMA കേസ് പ്രതി ഹുസൈനും മാത്രം. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ്റെ ഔദ്യോഗിക ക്ഷണം ലഭിച്ചവർ മാത്രം പങ്കെടുത്ത പരിപാടിയിൽ 200 കിലോമീറ്റർ അകലെ പെരുമ്പാവൂരിൽ നിന്ന് ഹുസൈൻ എത്തിയത് എങ്ങനെ? വിരുന്നിൽ ഹുസൈനൊപ്പം സതീശൻ നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. ഈ അസാധാരണ സ്വാധീനം മയക്കുമരുന്ന് കടത്തിന് പ്രതികളെ സഹായിച്ചിട്ടുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.